മുസ്ലിം രാജ്യമായിരുന്ന സ്പെയിനിൻ്റെയും ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന കളിക്കാരനായ ലാമിർ യമാലിൻ്റെയും കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തി ലാമിൻ യമാലാണ്. അതും അർജന്റീന എന്ന് പറയുന്ന 3 പ്രാവശ്യത്തോളം ലോകകപ്പ് നേടിയ രാജ്യത്തെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് മാത്രമല്ല, തുടക്കം മുതൽ തിളക്കമാർന്ന രീതിയിലുള്ള കളിയാണ് അർജന്റീന കളിച്ചത് എന്ന് അവർ പറയുന്നു, ഫിഫയും പറയുന്നു. എന്നാൽ അത് ഏറെക്കുറെ മധ്യത്തിൽ എത്തിയ സമയത്ത് തന്നെ ഫിഫയുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന തരത്തിലുള്ള വലിയ സന്ദേഹങ്ങളും സംശയങ്ങളും ഉണ്ടാകുന്നു. അത് ക്ലിയർ ആകുന്നത് ഈജിപ്തുമായിട്ടുള്ള കളിയിലാണ്. ജയിക്കേണ്ട ഈജിപ്തിനെ ഫിഫ ചേർന്നുകൊണ്ട് പരാജയപ്പെടുത്തി. അങ്ങനെയാണ് അവർ ഫൈനലിലേക്ക് കടന്നത് എന്നുള്ളത് അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നീട് ഒരു കളി കൂടെ നടന്നു. അതിൻ്റെ ശേഷമുള്ള ഈ കളിയാണ് ഫൈനലിലെത്തുന്നത്. ആ ഫൈനലോട് കൂടിയിട്ടാണ് ഇപ്പോൾ അസ്തമിക്കുന്നത്, അർജന്റീന അസ്തമിക്കുന്നത്. അവിടെ അപ്പോൾ ഒരു അസ്തമനത്തിന് ഒരു ഉദയം ഉണ്ടാവും. ഉദിച്ചു വന്ന വ്യക്തിയാണ് ലാമിർ യമാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം ഈ ഫുട്ബോൾ രംഗത്ത് ഒരുപാട് വർഷമായിട്ട് നിലനിൽക്കുന്ന വ്യക്തിയാണ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സ്പെയിൻ്റെ ദേശീയ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് യാമിർ. ലോകകപ്പിൽ ഫെറൻ ടോറസ് സ്പെയിന് വേണ്ടി അടിച്ച ഒരു ഗോളിനാണ് ആ രാജ്യം ജയിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടത് ലാമിൻ യമാലാണ്. ലോകം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ രാജ്യം ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ യാമിർ യമാലിനെയും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ലാമിർ യമാൽ നസ്രോയി എബാന എന്നുള്ളതാണ്. 2007 ജൂലൈ മാസം 11 ബാർസലോണയിലാണ് ജനിച്ചത്. ഹൈറ്റുള്ള വ്യക്തിയാണ്. 178 സെൻറ്റിമീറ്റർ ഹൈറ്റ് അദ്ദേഹത്തിനുണ്ട്. പിതാവ് മൗണിൻ നസ്രോയി മൊറോക്കൻ വംശജനാണ്. ഫുട്ബോളിൻ്റെ ഗുരുനാഥനായിട്ട് പിതാവിനെ അറിയപ്പെടുന്നു. അതായത് പല മേഖലകളിലും പല സ്ഥലങ്ങളിലും ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്ന സമയത്ത് മകനെ കൈപിടിച്ചുകൊണ്ട് പിതാവ് കൊണ്ടുപോകുമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം ഈ വിഷയമായിട്ട് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് യമാലിന് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. മാതാവ് ഷൈല എബാന ഇക്വറ്റോറിലെ ഗിനിയൻ വംശജയിൽപ്പെട്ട ആളാണ് മാതാവ് എന്ന് പറയുന്നത്. യമാലിൻ്റെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. അനാഥത്വത്തോടു കൂടിയാണ് പിന്നെ വളർന്നത് എന്ന് ചുരുക്കം. 7-ാം വയസ്സിൽ FC ബാർസലോണ അക്കാഡമിയിൽ ഈ ഫുട്ബോൾ കളിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചേർന്നു. 2023 ഫസ്റ്റ് അരങ്ങേറ്റം ഉണ്ടാകുന്നു. ആദ്യത്തെ അരങ്ങേറ്റം 2023 ബാഴ്സലോണയും സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. ആ അരങ്ങേറ്റം കുറിക്കപ്പെട്ടപ്പോൾ ക്ലബിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ഈ പറയപ്പെട്ട ആളായിരുന്നു, യമാലായിരുന്നു. സ്പെയിൻ്റെ ദേശീയ ടീമിന് കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഇദ്ദേഹമാണ്. കളിച്ചപ്പോൾ ദേശീയ ശ്രദ്ധ നേടി. അവിടെയാണ് ലോകം ഇദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. യൂറോപ്പിനെ മറികടന്നുകൊണ്ട് 2026 ലോകകപ്പ് നേടിയതോട് കൂടിയിട്ട് പിന്നീട് വലിയ ചർച്ചയായി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും പിന്നിട്ട മാർഗത്തെക്കുറിച്ചും വഴികളെക്കുറിച്ചും അന്വേഷിക്കുക എന്നുള്ളത് ചരിത്രകാരന്മാരുടെ ഒരു കടമ പോലെയായി ഇപ്പോൾ മാറിയിരിക്കുന്നു. അദ്ദേഹം കളിച്ച കളികൾ ഏകദേശം 134ഓളം കളികൾ, ശ്രദ്ധേയമായിരിക്കുന്ന കളികൾ കളിച്ചിട്ടുണ്ട് എന്നതാണ്. ലാലിഗക്ക് വേണ്ടിയിട്ട് 74 കളി, വെഫ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് 30 കളി, സ്പെയിൻ നാഷണൽ ടീം സീനിയർക്ക് വേണ്ടി 15 കളി, 15+ ആണ് പറയുന്നത്, യൂറോ കപ്പിന് വേണ്ടി 7, വേൾഡ് കപ്പിന് ഇപ്പോൾ 2026 7 കളി അദ്ദേഹം കളിച്ചു. അപ്പോൾ അതിലെ വേൾഡ് കപ്പിലെ കളികളാണ്, എല്ലാ കളികളും ശ്രദ്ധിക്കപ്പെട്ടാണ്. സ്പെയിൻ്റെ ആദ്യത്തെ കളി കഴിഞ്ഞതോടുകൂടി തന്നെ സെമിയിലേക്കും ഫൈനലിലേക്കും എത്താൻ സാധ്യതയുള്ള ലിസ്റ്റിൽ സ്പെയിൻ്റെ പേരും ഉണ്ട് എന്നുള്ളതാണ്. അർജന്റീന വന്നിട്ടുണ്ട്, ബ്രസീൽ വന്നിട്ടുണ്ട്, ഈ പറയപ്പെട്ട സ്പെയിൻ വന്നിട്ടുണ്ട്, പിന്നീട് ഫ്രാൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ 4-5 കളിക്കാരിൽ സ്പെയിന് അത്യാവശ്യം തരക്കേടില്ലാത്ത കളിയായിട്ടും മുന്നേറാൻ സാധ്യതയുള്ള കളിക്കാർ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നും തെളിയിക്കപ്പെട്ടതാണ്. പിന്നെ ഏകദേശം ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞതോട് കൂടിയിട്ട് പിന്നീട് ഫൈനലിലേക്ക് എത്തുന്ന ടീം ലിസ്റ്റിൽ സ്പെയിൻ്റെ പേര് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ നമ്മുടെ കളി നോക്കുന്ന സമയത്ത് ആദ്യം ഇവർ കളിച്ച കളികൾ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ കേപ്പ് വെർദേവുമായിട്ട് കളിച്ചു, സൗദിയുമായിട്ട് കളിച്ചു, ഉറുഗ്വേയുമായിട്ടും കളിച്ചു.
പിന്നീട് അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിൽ ഉള്ള കളികളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. സ്പെയിനും ഓസ്ട്രിയയായിട്ടാണ് കളി. അതിൽ 3 ഗോളിന് സ്പെയിൻ ജയിക്കുന്നു. പിന്നീട് സ്പെയിനും പോർച്ചുഗലായിട്ട് കളിക്കുന്നു. അതിൽ 1 ഗോളിന് സ്പെയിൻ ജയിക്കുന്നു. അടുത്തത് ബെൽജിയമായിട്ട് കളിക്കുന്നു. 2 ഗോളിന് സ്പെയിൻ ജയിക്കുന്നു. അടുത്തത് ഫ്രാൻസുമായിട്ട് കളിക്കുന്നു. 2 ഗോളിന് ജയിക്കുന്നു. പിന്നെ അർജന്റീനയായിട്ട് കളിക്കുന്നു. 1 ഗോളിന് ജയിക്കുന്നു. ഇതിൽ ബെൽജിയമായിട്ടുള്ള കളിയിൽ 2-1 1 ഗോള് ബെൽജിയം അടിച്ചിട്ടുണ്ട്, 2 ഗോള് സ്പെയിനും അടിച്ചിട്ടുണ്ട്. മൊത്തം 7 മത്സരങ്ങൾ ലോകകപ്പിൽ അവർ നടത്തിയത്. അതിൽ ജയിച്ചത് 6 1 സമനില, എന്ന് വെച്ചാൽ തോറ്റിട്ടില്ല എന്ന് ചുരുക്കം. അടിച്ച ഗോള് 13, വഴങ്ങിയത് 1 ഗോള്. ലോകകപ്പിൽ ഫൈനൽ മത്സരത്തിൽ നടത്തിയത് ഏക ഗോള് യാവിർ യമാലിൻ്റെതാണ്. ഫോർവേഡ് അറ്റാക്ക് വിന്നറായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ 1 ഗോളിൽ എന്തുണ്ടായി? ലോകം ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ സ്പെയിൻ്റെ ചരിത്രപരമായിരിക്കുന്ന പാശ്ചാത്തലം പരിശോധിക്കുന്ന സമയത്ത് അതിനൊരു മുസ്ലിം പാശ്ചാത്തലമുണ്ട്. മുസ്ലിം ഭരണാധികാരികൾ സ്പെയിനിൽ ഒരുപാട് കാലം ഭരിച്ചിരുന്നു. ഉമയ്യത്ത് ഭരണ സംവിധാനം നിലനിന്നിരുന്ന അപൂർവ രാജ്യങ്ങളിലൊന്നാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ക്രിസ്താബ്ദം 756 മുതൽ 1031 കാലഘട്ടം വരെ ഈ പറയപ്പെട്ട സംവിധാനം ഉമയ്യത്ത് ഭരണ സംവിധാന റൂട്ടിലൂടെയാണ് പോയത്. 929 മുതൽ 1031 വരെ കോർബോഡ ഖിലാഫത്ത് എന്ന് പറയുന്ന ഭരണഘടനാ സംവിധാനത്തിലൂടെ ഇസ്ലാമിക രാജ്യമായിട്ട് അത് അറിയപ്പെടുകയും ആ ഭരണ സംവിധാനം ഉണ്ടാവുകയും ചെയ്തു. അതൊരു രാജ്യമായിട്ട് എന്നതിനപ്പുറം വ്യത്യസ്തമായിരിക്കുന്ന പ്രദേശങ്ങളിലെ ഭരണ സംവിധാനം എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. 1492 ഗ്രാനഡ വീണതോട് കൂടിയിട്ട് മുസ്ലിം കാലഘട്ടം അവസാനിച്ചു. അഥവാ ക്രിസ്ത്യാനിറ്റിയുടെ മേൽക്കോയ്മയോട് കൂടി ഭരണത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു വിപ്ലവ സംവിധാനം അല്ലെ ഒരു വിപ്ലവ രീതി അവിടെ വരികയും അവിടെ മുസ്ലിം ഭരണ സംവിധാനം താഴ്വുകയും ചെയ്തു. ഉമയ്യത്ത് ഭരണ കാലഘട്ടത്തിൻ്റെ അവസാനമുണ്ടായി എന്ന് പറയുന്നത് 1492 781 കാലഘട്ടം വർഷം മുതൽ ഐബീരിയൻ ഉപദ്വീപിലുള്ള മുസ്ലിം രാജാക്കന്മാർ വാണ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നായി ചരിത്രത്തിൽ സ്പെയിൻ്റെ പേര് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 1085 ക്രിസ്ത്യൻ ഭരണ പ്രദേശത്തിൻ്റെ ഏക നിയന്ത്രണ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാറി എന്നാണ് പറയുന്നത്. ഇപ്പം നിലവിൽ സ്പെയിനിൽ 27 ലക്ഷം മുസ്ലിങ്ങളാണുള്ളത്. 49 മില്യൺ ജനങ്ങളുള്ളതിൽ 27 ലക്ഷം മുസ്ലിങ്ങളാണ് ചുരുക്കം. കൊറോക്കോ മുസ്ലിങ്ങൾ അതിൽ ആ രാജ്യത്തുള്ളത് ആ രാജ്യത്തിലെ പൗരന്മാർ തന്നെയല്ല. അതാണ് അതിൻ്റെ സ്പെയിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. ഒരേ രാജ്യത്തിലെ പൗരന്മാരല്ല, വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിലെ പൗരന്മാർ ഇരട്ട പൗരത്വമുള്ളവരും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് അവിടെ കുടിയേറിക്കൊണ്ട് പൗരത്വം എടുത്തവരുമാണ്. അതിൽ മൊറോക്കോക്കാരെ കാണുന്നുണ്ട്, പാകിസ്ഥാനികളുണ്ട്, ബംഗ്ലാദേശുണ്ട്, അൾജിയക്കാരുണ്ട്, അറബ് വംശജരുണ്ട്, ആഫ്രിക്കൻ വംശജരുണ്ട്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരിൽ തന്നെയാണ് സ്പെയിൻ ഇപ്പോഴും അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ വംശീയ വിദ്വേഷ പ്രശ്ന വിഷയങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഒരു മുസ്ലിം ടച്ച് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. യാമിർ യമാൽ ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ആളാണ്, മുസ്ലിം വിശ്വാസിയാണ്, മുസ്ലിം ആചാരകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ആളാണ്, അതിനെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ലോകത്തിലെ ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന ഒരു മുസ്ലിം വിന്നറായിട്ട് നമുക്ക് യായിർ യമാലിനെ കാണാൻ വേണ്ടി സാധിക്കും. പോർച്ചുഗൽ, ഫ്രാൻസ്, അൻഡോറ, ജിബ്രോട്ടർ, മൊറോക്കോ എന്നീ രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിട്ട് തന്നെയാണ് ഈ പറയപ്പെട്ട നമ്മുടെ ഈ രാജ്യം, അതായത് സ്പെയിനെ കാണുന്നത് എന്നുള്ളത്. ഇപ്പോഴത്തെ ലോകകപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോരോ കപ്പിലും അതിന് കൃത്യമായിരിക്കുന്ന അല്ലെങ്കിൽ ഓരോരോ മത്സരത്തിനും കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയമുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ സംസാരിക്കും. അതിൻ്റെ ഒരു ആമുഖ രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇറാനുമായിട്ട് അവിടെ ഒരു കളി നടന്നു. ഇറാന് അമേരിക്ക പൂട്ടിട്ടതുമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാം. നിങ്ങൾ അടുത്ത രാജ്യത്തേക്ക് കളി കഴിഞ്ഞാൽ പോകണം, ഇവിടെ വന്ന് കളി കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ചു പോകണം. അങ്ങനെ അവർക്ക് മാനസികമായ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന പ്രവൃത്തികളൊക്കെയാണ് അമേരിക്ക ഇറാനോട് ചെയ്തത്, അല്ലേ? 3 കളിയിൽ അവർ തോറ്റിട്ടില്ല. ഒരു കളിയിൽ തുല്യത പിടിച്ചു, 2 ജയിക്കുകയും ചെയ്തു. പക്ഷെ അവർ പുറത്തായി. അപ്പോൾ അവർക്ക് എല്ലാ കളിയും ജയിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനം ഒരുക്കുന്ന കാര്യത്തിൽ ഫിഫ പരാജയപ്പെട്ടു. ഫിഫയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ട കൈയായിട്ട് പ്രവർത്തിച്ചു. ഒരു മാനസിക പീഡനം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയമാണ്.
അതൊരു നിലപാടാണ് അമേരിക്കയുടെ. അതിജീവിക്കാൻ വേണ്ടി ഇറാൻ സാധിച്ചു അത്രയെങ്കിലും. ഇനി നമ്മൾ ഈജിപ്തിലേക്ക് നോക്കുന്ന സമയത്ത് ഈജിപ്തും ഈ അർജന്റീനയും തമ്മിലുള്ള കളിയിൽ എന്താ അവിടെ നടന്നത് വളരെ കൃത്യമായിട്ട് ലോകം കണ്ടതാണ്. ഇപ്പൊ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, അത് വേറെ വിഷയം. പക്ഷെ പരാതി കൊടുത്തു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഫിഫ ആണ് 3 ഗോൾ അടിച്ചത്. ഫിഫ കളിച്ചു, അർജന്റീന ജയിച്ചു. അങ്ങനെ തന്നെയല്ലെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവിടെ കളി നടന്നത് മുഴുവനും ഇവരുടെ കയ്യിലാണ്. ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ തുടക്കം മുതൽ അവസാനം വരെ കളിച്ചത് ഈജിപ്താണ്, ജയിച്ചത് അർജന്റീന. അവസാനത്തെ ആ 10 മിനിറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, വലിയ സ്വാധീനങ്ങളും വലിയ മുന്നേറ്റങ്ങളും മുസ്ലിം കളിക്കാർക്കുള്ള ഒരു കളിയാണ് 2026 ഇപ്പോൾ അവസാനിച്ചിരിക്കുന്ന വേൾഡ് കപ്പ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.